എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എല്ലാവർക്കും സുഖം വിശ്വസിക്കുന്നു. എനിക്കിവിടെ സുഖം തന്നെയാണ്. അപ്പം ഞാൻ ഇന്നിവിടെ വന്നിരിക്കുന്നത് നമ്മളുടെ ഒരു പൊട്ടറ്റോ റെസിപ്പിയായിട്ടാണ്. നല്ലൊരു സ്പൈസി ആയിട്ടുള്ളത്, നല്ലൊരു ക്രിസ്പി ആയിട്ടുള്ള ഒരു അടിപൊളി ഡിഷാണ്. അപ്പോൾ കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണ് പൊട്ടറ്റോ ഫ്രൈ എന്ന് പറയുന്നത്. നമുക്ക് ഈ ഒരു റെസിപ്പി എങ്ങനെയാണ് ചെയ്തിരിക്കുന്നത് പോയി നോക്കണ്ടേ? അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിൽ പോയി കാണാം. അതിന് മുമ്പ് ആരെങ്കിലും എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. പിന്നെ അടുത്തുള്ള ബെൽബട്ടനും ഓൾ എന്ന ഓപ്ഷനും ഒക്കെ ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ മാത്രമാണ് ഞാൻ ഇടാൻ പോകുന്ന പുതിയ വീഡിയോസിൻ്റെ എല്ലാം നോട്ടിഫിക്കേഷൻ എനിക്ക് മൊബൈലിൽ വരുന്നുള്ളൂ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിൽ പോയി കാണാം. അപ്പോൾ ഈ ഒരു റെസിപ്പി തയ്യാറാക്കാനായിട്ട് ഞാനൊരു 3 ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട്. ഈ 3 ഉരുളക്കിഴങ്ങ് ഞാൻ ചെറിയ ചെറിയ പീസാക്കി ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അതിനുശേഷം ഞാൻ സ്റ്റൗവിൽ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ട്. ഈ വെള്ളം ഒന്ന് തിളയ്ക്കുമ്പോൾ ഞാൻ ഈ പീസാക്കി കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ് ഇതിലേക്ക് ഇട്ട് കൊടുത്ത് ഒന്ന് ബോയിൽ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ വേവിച്ചെടുത്ത ഈ ഒരു ഉരുളക്കിഴങ്ങ് കഷ്ണങ്ങൾ ഞാൻ വെള്ളമൊക്കെ ഒന്ന് മാറ്റിയിട്ട് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കുന്നുണ്ട്. അതിനുശേഷം ഞാൻ ഇതിലേക്ക് മസാലകളൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ആദ്യം ഇതിനകത്തേക്ക് കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കുന്നത് ഗരം മസാലപ്പൊടിയാണ്. അതൊരു 1/2 ടീസ്പൂൺ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഞാൻ കുറച്ച് പെപ്പർ പൗഡറും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇതിലേക്ക് ഞാൻ കുറച്ച് കോൺഫ്ലോർ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാൻ 2 ടേബിൾ സ്പൂണാണ് ഇട്ട് കൊടുക്കുന്നത്. അതിനുശേഷം ഞാൻ ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ മിക്സ് ചെയ്യുമ്പോൾ കുറച്ച് ഹാർഡാണെങ്കിൽ നമുക്ക് ഒരു 2 സ്പൂണ് വെള്ളം കൂടെ ഒഴിച്ച് കൊടുക്കാം അതിനകത്തേക്ക്. എന്നിട്ട് നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മളുടെ ഈ ഉരുളക്കിഴങ്ങ് പീസെല്ലാം നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒരു 5 മിനിറ്റ് നമുക്ക് സോക്ക് ചെയ്യാൻ വയ്ക്കാം. അതിന് ശേഷം സ്റ്റൗവിലേക്ക് ഒരു കടായി ഒന്ന് വെച്ചിട്ട് അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കുക. ഈ എണ്ണ നല്ലതായിട്ട് ബോയിലാകുമ്പോൾ മാത്രം നമ്മളുടെ ഉരുളക്കിഴങ്ങ് പീസസ് എല്ലാം അതിനകത്തേക്ക് ഇട്ട് നമുക്കൊന്ന് ഫ്രൈ ചെയ്ത് എടുക്കാം. അപ്പോൾ നമ്മളുടെ ഈ ഉരുളക്കിഴങ്ങ് പീസെല്ലാം ഞാനൊന്ന് ഫ്രൈ ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഫ്രൈ ചെയ്തെടുത്ത് വെച്ചിരിക്കുന്ന ഈ ഉരുളക്കിഴങ്ങ് ഞാനൊന്ന് കടുക് താളിക്കാനായിട്ട് സ്റ്റൗവിലേക്ക് ഒരു പാത്രം വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഈ ഓയിലൊന്ന് ബോയിലാകുമ്പോൾ കുറച്ച് കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് ഒരു 3 അല്ലി വെളുത്തുള്ളി അരിഞ്ഞതും പിന്നെ കുറച്ച് ഇഞ്ചി കഷ്ണവും അരിഞ്ഞതും കൂടെ ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അതിന് ശേഷം ഞാൻ ഇതിലേക്ക് കുറച്ച് കരിയാപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ ഒരു പച്ചമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നല്ലതായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഞാൻ ഒരു സവാള ചെറിയ കഷ്ണങ്ങളാക്കി ഒന്ന് കട്ട് ചെയ്ത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതെല്ലാം കൂടെ ചേർത്ത് നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഞാൻ ഇതിനകത്തേക്ക് 1 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. കാശ്മീരി മുളക് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ ഞാൻ ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കുന്നത് ഒരു 1/4 ടീസ്പൂൺ ഗരം മസാലയാണ്. എന്നിട്ട് നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ കുറച്ച് പെപ്പർ പൗഡറും കൂടി ഇട്ടിട്ട് നല്ലതായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ലാസ്റ്റിൽ നമ്മളിവിടെ ഫ്രൈ ചെയ്തെടുത്ത് വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ് നമുക്ക് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമുക്ക് സാൾട്ട് വേണമെന്നുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം. ഓൾറെഡി നമ്മൾ സാൾട്ട് ഉരുളക്കിഴങ്ങിൽ ഇട്ടതാണ്. അപ്പോൾ നമ്മളുടെ സ്പൈസി ആയിട്ടുള്ളതും ക്രിസ്പി ആയിട്ടുള്ളതുമായ അടിപൊളി പൊട്ടറ്റോ ഫ്രൈ ഇവിടെ റെഡി ആയിരിക്കുകയാണ്. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ വേറൊരു സൂപ്പർ വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ ബൈ.